ഗായ്സ്, വെൽക്കം ബാക്ക് ടു മിനിമോട്ടോൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആക്ച്വലി നമ്മളെപ്പോഴും ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് ചില പ്രശ്നങ്ങൾ കൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് എടുക്കേണ്ട വന്നതാണ് കേട്ടോ. ആൻഡ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഉള്ളൊരു ഡൗട്ടായിരിക്കും ചിലപ്പോൾ. എനിക്ക് കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ റേപ്പ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടി വരുവാണ്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഡൗട്ടാണ്, ഈ റേപ്പ് ചെയ്യപ്പെടുന്ന ഈ പെൺകുട്ടികൾ കൺസീവ് ആയിക്കഴിഞ്ഞ് അവർ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുട്ടികളെ അബോർട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കുമോ? കാരണം അവർ മനസ്സാ വാച അറിഞ്ഞിട്ടുണ്ടാകുന്ന ഒരു കുട്ടിയല്ല. അപ്പോൾ ആ ഒരു കുട്ടിയെ അബോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ? അല്ല ഇങ്ങനെയുള്ള പെൺകുട്ടികൾ അതുമായിട്ട് മുന്നോട്ട് പോയാൽ അവരുടെ ഫ്യൂച്ചറിനെയൊക്കെ ബാധിക്കുമല്ലോ. അപ്പോൾ ഇൻ കേസ് അവർക്ക് അങ്ങനെ ഒരു അബോർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയാൽ അത് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുമോ എന്നുള്ളൊരു സംശയം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതെ, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നമ്മുടെ ഗൈനക്കോളജിയിലെ എന്താ പറയുക, MTP ആക്ട് 1972 എന്ന ലോ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് JB പബ്ലിക്കേഷൻ്റെ ഒബ്സ്റ്റട്രിക് ആൻഡ് ഗൈനക്കോളജിയുടെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്ന ഈ ഒരു ആക്ട് നിലവിൽ വന്നത് 1972 ഈ ഒരു ആക്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ജനനനിരക്ക് കൂട്ടുക, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മമാരുടെ മരണനിരക്ക് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. ആൻഡ് ഈ ഒരു ആക്ട് ആദ്യത്തെ 20 ആഴ്ചയ്ക്കുള്ളിലെ ജസ്റ്റേഷണൽ ഏജിൽ മാത്രമാണ് പോസിബിൾ ആവുള്ളൂ. അതുപോലെ ഈ MTP ആക്ട് ഉപയോഗിക്കാനായിട്ട് ഒരു 4 കണ്ടീഷൻസ് അവർ വെക്കുന്നുണ്ട്. അതായത് 4 പ്രത്യേക ഇൻഡിക്കേഷൻസിൽ മാത്രമാണ് ഈ MTP ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ ആദ്യത്തേതാണ് മെഡിക്കൽ. അതായത് ഈ ഒരു കുഞ്ഞുണ്ടാവുന്ന ആ കേസിൽ അമ്മയ്ക്ക് സിവിയറായിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവാനോ അല്ലെങ്കിൽ അമ്മയുടെ മരണത്തിന് കാരണമാകാനോ, അതായത് ഹൈ റിസ്ക് ആണ് അമ്മയ്ക്ക് എന്നുണ്ടെങ്കിൽ അബോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യൻ നിയമപ്രകാരം സാധിക്കും. അതിന് ചില എക്സാമ്പിൾസ് പറഞ്ഞുതരാം. അമ്മയ്ക്ക് സിവിയർ ഹൈപ്പർ ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മദന ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്യാട്രിക് മാനസികപരമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളാണെങ്കിൽ, അതുപോലെ ക്യാൻസർ ഉള്ള ആളാണെങ്കിൽ, ഇങ്ങനെയുള്ള കേസുകളിൽ അബോർട്ട് ചെയ്യാനായിട്ട് ഈ നിയമപ്രകാരം സാധിക്കും. രണ്ടാമത്തേതാണ് യൂജനിക്. അതായത് ഉണ്ടാകാൻ പോകുന്ന കുട്ടിക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടാവുക, അത് ഫിസിക്കലായിക്കോട്ടെ മെൻ്റലായിക്കോട്ടെ, അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ്, ഫീറ്റലി എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അംഗവൈകല്യമോ അല്ലെങ്കിൽ സെറിബ്രൽ എഡിമ, അതുപോലെ തന്നെ ഹൈഡ്രോസെഫാലസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുണ്ടെങ്കിലും ഈ നിയമപ്രകാരം അബോർട്ട് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തേതാണ് ഹ്യൂമാനിറ്റേറിയൻ. അതാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞ പോയിന്റ്. അതായത് ഈ ഒരു പെൺകുട്ടി എന്തെങ്കിലും റേപ്പ് ചെയ്യപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ പ്രഗ്നൻ്റ് ആയതാണ് എന്നുണ്ടെങ്കിലും നമുക്ക് അബോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് സോഷ്യൽ. അതായത് കൂടുതൽ ആളുകളും കോണ്ടംസ്, കോൺട്രാസെപ്റ്റീവ്സ്, അതുപോലെ കോപ്പർട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ കോപ്പർട്ടി ഫെയിലിയർ ആയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാലും അബോർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു നിയമം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രധാന ഇൻഡിക്കേഷൻസ് ഫോർ MTP എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതായത് എല്ലാവർക്കും ഈ ഒരു സർജറി ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ എല്ലാ ഹോസ്പിറ്റലിനും ഈ ഒരു സർജറി ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ അത് ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ MTP മസ്റ്റ് ബി ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർജൻസിന് മാത്രമാണ് ഈ ഒരു MTP ആക്ടിൻ്റെ അണ്ടറിൽ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ കുട്ടിയുടെയും ബൈസ്റ്റാൻഡേഴ്സിൻ്റെയും പ്രോപ്പറായിട്ടുള്ള കൺസെൻറ്റ് എടുക്കേണ്ടത് അത് ഹോസ്പിറ്റൽ സൈഡിൽ നിന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഒപ്പീനിയൻ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ആദ്യത്തെ 12 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു പ്രാക്ടീഷണറിൻ്റെ അടുത്ത് നിന്ന് ഒപ്പീനിയൻ എടുക്കണം. അതുപോലെ തന്നെ 12 ആഴ്ചയ്ക്ക് ശേഷം മറ്റ് 2 പ്രാക്ടീഷണേഴ്സിൻ്റെ അടുത്തുനിന്ന് കൂടി ഒപ്പീനിയൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഈ റെക്കോർഡ്സ് സൂക്ഷിച്ചു വയ്ക്കുന്ന സമയത്ത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് വേണം ഇത് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട്. ഇതൊക്കെ ഈ ഒരു MTP പ്രൊസീജിയറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ് കേട്ടോ. അടുത്ത ഇതിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് 2 മെത്തേഡ്സാണ്, മെഡിക്കൽ മെത്തേഡ്സ് ആൻഡ് സർജിക്കൽ മെത്തേഡ്സ്. മെഡിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ
മെഡിക്കേഷൻസ് വഴി, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടാബ്ലറ്റ്സ്, മിസപ്രസോള് അങ്ങനെയുള്ള ചില ടാബ്ലറ്റ്സ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹോർമോൺ ടാബ്ലറ്റ്സ്, അതുവഴി നമ്മൾ ഈ ഒരു അബോർഷൻ ചെയ്യുന്നതിനെയാണ് മെഡിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയേഴ്സൊക്കെ മെയിനായിട്ടും ട്രൈമസ്റ്റർ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഏത് ട്രൈമസ്റ്ററിലാണ്, നമ്മൾ എത്രാമത്തെ മാസത്തിലാണ് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആൻഡ് സർജിക്കൽ മെത്തേഡ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ്പിറോട്ടമി, ഹിസ്റ്ററക്ടമി ആൻഡ് ഇൻട്രാമ്നിയോട്ടിക് ഇൻസ്റ്റലേഷൻ ഓഫ് ഡ്രഗ്സ് ആൻഡ് അങ്ങനെയുള്ള സർജിക്കൽ മെത്തേഡ്സൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെത്തേഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിക്ക് അബോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ? അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? യെസ്, ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ വരും വരെ ബൈ.